നമസ്കാരം. ബ്രസീസിനെ അഗമെമ്നോൻ പിടിച്ചുകൊണ്ട് പോയതോടുകൂടി അക്കിലെസ് ആകെ സങ്കടത്തിലായി. അദ്ദേഹം വളരെ കരഞ്ഞു. എന്ത് ചെയ്യാൻ? അപമാനിക്കൂടി ചെയ്തിട്ടാണ് അയാൾ കൊണ്ടുപോയിരിക്കുന്നത്. ദേവതമാർ ഇടപെട്ടത് കാരണം തനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. പക്ഷെ ഒന്ന് അക്കിലെസ് തീരുമാനിച്ചു, മേലിൽ താനോ തൻ്റെ ആൾക്കാർ, അതായത് മിർമിഡന്മാർ ആരും അഗമെമ്നോന് വേണ്ടി യുദ്ധം ചെയ്യില്ല എന്ന് അക്കിലെസ് ശപഥം ചെയ്തു. അതിനുശേഷം വീണ്ടും ദുഃഖം സഹിക്കാതെ കടൽ തീരത്ത് പോയിരുന്ന് തൻ്റെ അമ്മയെ വിളിച്ച് അക്കിലെസ് കരഞ്ഞു. തിരമാലകൾക്കടിയിൽ പളുങ്ക് കൊട്ടാരത്തിൽ താമസിക്കുന്ന തേറ്റിസ് എന്ന സമുദ്രദേവത മകൻ്റെ വിളി കേട്ടു. അവർ ഓടി വന്നു, മോനെ, നിനക്ക് സംഭവിച്ച എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അക്കിലെസ് പറഞ്ഞു, അമ്മേ, ഞാൻ അങ്ങയോട് യാത്ര ചോദിച്ച് പോന്നത് ഒരു വീരനായി മരിക്കണമെന്ന് ഉദ്ദേശിച്ചായിരുന്നു. അതിനു പോലും എന്നെ സമ്മതിച്ചില്ല. ഇപ്പോൾ നോക്കൂ, ഈ അഗമെമ്നോൻ അയാൾ എന്നെ അപമാനിച്ച് എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരിക്കുന്നു. ഞാൻ ആകെ ദുഃഖിതനാണ് അമ്മേ. തേറ്റിസ് പറഞ്ഞു, മോനെ, നിന്റെ ഈ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം. ഞാൻ സ്യൂസ് ദേവനെ കണ്ട് നിനക്ക് വേണ്ടിയിട്ട് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ സ്യൂസ് ദേവനെ കാണാൻ പോവുകയാണ്. തേറ്റിസ് നേരെ ഒളിമ്പസ് മലയിലേക്ക് പോയി. അവിടെയാണല്ലോ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ ചെന്ന് സ്യൂസ് ദേവനെ കണ്ടു. തൻ്റെ മകൻ്റെ അപമാനവും ഈ കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിന് ഒരു പരിഹാര മാർഗം താങ്കൾ തന്നെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. സ്യൂസ് സമ്മതിച്ചു. ഓക്കെ, ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തേറ്റിസിനെ പറഞ്ഞയച്ചു. സ്യൂസ് എന്ത് ചെയ്തു? അന്ന് രാത്രി അഗമെമ്നോന് ഒരു സ്വപ്നദർശനം കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് പിറ്റേന്ന് രാവിലെ ട്രോയ് നഗരം ആക്രമിക്കാനായിട്ടാണ് ഈ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തത്. രാവിലെ അഗമെമ്നോൻ ഉത്സാഹഭരിതനായിട്ട് എഴുന്നേറ്റു. കാരണം സ്വപ്നദർശനം ഉണ്ടായിരിക്കുന്നു. ഇന്ന് യുദ്ധം ചെയ്താൽ നമ്മൾ ജയിക്കും. അതേ എല്ലാ രാജാക്കന്മാരും വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ദാ എനിക്കിങ്ങനെ ഒരു സ്വപ്നദർശനം ഉണ്ടായിരിക്കുന്നു. നമുക്ക് ഇന്ന് തന്നെ ട്രോയ് കോട്ടയെ ആക്രമിക്കണം. നമുക്ക് വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ അവിടെ തെർസിറ്റിസ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു, ഈ ഗ്രീക്കാരുടെ കൂടെയുള്ള. അയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നോക്കൂ, ഈ വിഡ്ഢി ഇയാൾ എന്താ പറയുന്നത് നോക്കൂ. ഇന്നലെ ഇയാൾ നമ്മുടെ പടനായകനായിട്ടുള്ള അക്കിലെസിനെ അപമാനിച്ച് പറഞ്ഞു വിട്ടു. അക്കിലെസ് ഇവിടെ ഇല്ല. പിന്നീടോ എന്നിട്ട് അയാൾ പറഞ്ഞു, ഇനിയും യുദ്ധകൊതിയുമായിട്ട് വന്നിരിക്കുകയാണ്, നമ്മളെല്ലാം ചെന്ന് യുദ്ധം ചെയ്യാൻ. എന്നിട്ടോ എന്തിനാണ് ഈ ശ്രമങ്ങളൊക്കെ? ഞാൻ പറയുന്നത്, നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് തിരിച്ച് ഗ്രീസിലേക്ക് തന്നെ പോവാം, അതായിരിക്കും നല്ലത്. ഇത് കേട്ടതോടുകൂടി ഒഡീസിയസ് ചാടി എഴുന്നേറ്റ് ക്രുദ്ധനായി ഈ തെർസിറ്റിസിന്റെ തോളിൽ ഒരൊറ്റ ഇടി വെച്ചു. ഇടി കൊണ്ട് തെർസിറ്റിസ് തളർന്ന് അവിടെ ഇരുന്നു. ബാക്കിയുള്ള ഗ്രീക്ക് രാജാക്കന്മാരെല്ലാം ചിരിച്ചു. ഇടി കൊണ്ടവനെ. ഒഡീസിയസ് അവരോട് പറഞ്ഞു, രാജാക്കന്മാരെ, നിങ്ങളൊന്നും ഓർത്തോളൂ, നിങ്ങൾ ടിൻഡാരിയൂസ് രാജാവിന് ചെയ്ത ഒരു ശപഥമുണ്ട്, അഗ്നിസാക്ഷിയായി എല്ലാവരും ചെയ്ത ശപഥമാണ്. അത് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഈ യുദ്ധം പാതിയിൽ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, നിങ്ങളുടെ ശപഥം. പിന്നൊന്നുണ്ട്, നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വെറും കൈയോടെ തിരിച്ചില്ല എന്ന് പറഞ്ഞാൽ നടക്കടല്ലേ. നമുക്ക് പ്രിയാം രാജാവിനെ തോൽപ്പിച്ച് അയാളുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ട് വേണം ഗ്രീസിലേക്ക് തിരിച്ചു പോകാൻ. എന്താ, ശരിയല്ലേ? അപ്പോൾ എല്ലാവരും സമ്മതിച്ചു. യെസ്, ശരിയാണ്. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. അതോടെ അഗമെമ്നോൻ തീരുമാനിച്ചു, ട്രോയിലേക്ക് യുദ്ധം അന്ന് തന്നെ തുടങ്ങാനായിട്ട്. അഗമെമ്നോനും മറ്റ് രാജാക്കന്മാരും എല്ലാം ചേർന്ന് തീരുമാനിച്ചു. അങ്ങനെ ഗ്രീക്ക് സൈന്യം യവനപ്പട ട്രോയ് നഗരത്തെ ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. ഗ്രീക്ക് സൈന്യത്തിൽ
ഒരു വലിയ കുറവുണ്ടായിരുന്നു. അക്കിലസ്, അയാളുടെ ആൾക്കാരായ മിർമിഡന്മാർ, ഇവർ ഗ്രീക്ക് സൈന്യത്തോടൊപ്പം പുറപ്പെട്ടിട്ടില്ല. അക്കിലസ് ഇല്ലാതെ ട്രോയി ജയിക്കാൻ ഇവർക്ക് സാധിക്കുമോ? നമുക്ക് നോക്കാം.